കണ്ണൂരിൽ കൊട്ടിയൂർ വനത്തിനുള്ളിൽ ഒരു മധ്യവയസ്കനെ കാണാതായി. അമ്പായത്തോട് സ്വദേശി രാജേന്ദ്രനെയാണ് കാണാതായത്. സ്വയം കഴുത്തറത്ത് വനത്തിനുള്ളിലേക്ക് ഓടിപ്പോവുകയായിരുന്നു എന്നറിയുന്നു. തെരച്ചിലിൽ രാജേന്ദ്രനെ കണ്ടെത്താനായിട്ടില്ല. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, അധിക ദൂരമൊന്നും ഈ രാജേന്ദ്രന് പോകാൻ കഴിയില്ലല്ലോ, അത്രയ്ക്ക് മോശം അവസ്ഥയിലായിരിക്കില്ലേ? എന്താണ് സംഭവം അഭിജിത്ത്? അരുൺ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതൊരു സംരക്ഷിത വനപ്രദേശമാണ്. ഇവിടേക്കാണ് രാജേന്ദ്രൻ അനധികൃതമായി അനുവാദമില്ലാതെ പ്രവേശിക്കുകയും ചെയ്തത്. ഉച്ചയ്ക്ക് 2 മണിയോടെ സ്വയം കഴുത്തറുത്ത് ഇയാൾ വനത്തിനുള്ളിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ചേർന്ന് ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറച്ചു സമയം നടത്തിയ തെരച്ചിലാണ് ഇയാളുടേതെന്ന് സംശയിക്കുന്ന രക്തക്കറ പുരണ്ട ഒരു ടീഷർട്ട് കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധന RRTയുടെ ഭാഗത്ത് നിന്ന് അവിടെ പുരോഗമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പരിശോധന നിർത്തിവെച്ചിട്ടുണ്ട്. നാളെ രാവിലെ വനം വകുപ്പും പോലീസും ഒക്കെ ചേർന്ന് വീണ്ടും പരിശോധന പുനരാരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും ഇദ്ദേഹം ശരീരത്തിൽ പരിക്കേൽപ്പിച്ചിട്ടാണ് ഈ വനത്തിനുള്ളിലേക്ക് ഓടിക്കയറിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അധിക ദൂരം അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതായാലും രാവിലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പരിശോധന നടത്തും, അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ.